Good evening, everybody. സംസ്കൃതിയുടെ UGC NET ജനറൽ പേപ്പർ 1 ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനും കൂടെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് PYQs പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തോടുകൂടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ? റെഡി ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. റെഡിയാണ് മാം. ഓക്കെ, എന്നാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്നത്തെ സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements. Statement 1, behavior theory is not focused on observable behavior. Statement 2, the behavior theory has a continuous inquiry approach. And you have to choose the right answer from these options. Option A, both statement 1 and 2 are correct. Option B, both statement 1 and 2 are incorrect. Option C, statement 1 is correct. And option D, statement 1 is incorrect. Which one is the right answer? Option A. Option A. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ, ബിഹേവിയർ തിയറി ഈസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ഒബ്സർവബിൾ ബിഹേവിയർ എന്നാണ്. അത് കറക്റ്റ് ആണോ? അല്ലല്ലോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 റോങ് അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്തായാലും കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എയും സിയും ആവില്ല. ബിക്കോസ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ല. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് നോക്കാം. ബിഹേവിയർ തിയറി ആസ് എ കണ്ടിന്യൂസ് ഇൻക്വയറി അപ്രോച്ച്, അത് കറക്റ്റ് ആണ്. ബിഹേവിയർ തിയറി പ്രകാരം ഒരു കണ്ടിന്യൂസ് ഇൻക്വയറി അപ്രോച്ച് ആണ് ബിഹേവിയർ തിയറിക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. Given below two statements. Statement 1, extrinsically motivated students are driven by rewards and punishments. And statement 2 states that intrinsically motivated students learn the subject for the personal gratification. And options are both statement 1 and 2 are true. Option B, both statement 1 and 2 are false. Option C, statement 1 is true but 2 is false. And option D, statement 1 is false but statement 2 is true. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്. അതെന്താണ്? പുറമേ ഉള്ള ആളുകൾ, ഇപ്പൊ ടീച്ചേഴ്സോ പേരൻസോ മറ്റുള്ള ആളുകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയാം. ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് എന്താ? സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? പ്ലീസ് റെസ്പോണ്ട് ക്വിക്ക്ലി. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which of the following disorders do the children have problems making sounds and forming particular speech sounds properly and may not be able to produce a particular sound? Okay, ഇത് ലേണിംഗ് ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. എ, പെർസെപ്ഷൻ ഡിസോർഡർ. ബി, ആർട്ടിക്കുലേഷൻ ഡിസോർഡർ. സി, ഹൈപ്പർ ആക്ടിവിറ്റി. ആൻഡ് ഡി, നൺ ഓഫ് ദി അബവ്. ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോബ്ലംസ് മേക്കിംഗ് സൗണ്ട്സ് ആൻഡ് ഫോമിംഗ് പെർട്ടിക്കുലർ സ്പീച്ച് സൗണ്ട്സ്. ഏതായിരിക്കും വരിക? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? മേക്കിംഗ് സൗണ്ട്സ്, പ്രോബ്ലംസ് ഇൻ മേക്കിംഗ് സൗണ്ട്സ് ഏതായിരിക്കും വരുന്നത്? പെർസെപ്ച്വൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്തിലായിരിക്കും? പെർസെപ്ഷനിലായിരിക്കും വരിക. ഓക്കെ, ആർട്ടിക്കുലേഷൻ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ആർട്ടിക്കുലേറ്റ് ചെയ്യുക, നമ്മൾ സംസാരിക്കുന്നതിനെയാണ്, സൗണ്ട്സ് പുറപ്പെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആർട്ടിക്കുലേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഡിസോർഡർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും? പ്രോബ്ലംസ് മേക്കിംഗ് സൗണ്ട്സ് ആൻഡ് ഫോമിംഗ് പർട്ടിക്കുലർ സ്പീച്ച് സൗണ്ട്സ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ആർട്ടിക്കുലേഷൻ ഡിസോർഡർ. ഓക്കെ, അത് ആ വേർഡിന്റെ മീനിങ് വെച്ച് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരുന്നു. ഓക്കെ, ആർട്ടിക്കുലേഷൻ ഡിസോർഡർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one is an example of instructional software?
Options are A, audio podcast, B, printed material or book, C, group discussion, D, EduSat. Example of instructional software. Instructional software ഏതായിരിക്കും? ഓപ്ഷൻ സി. ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു സോഫ്റ്റ്വെയർ ആണോ? ഇൻസ്ട്രക്ഷണൽ സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഡി. ഡി, എഡ്യൂസാറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷണൽ സോഫ്റ്റ്വെയർ. അപ്പൊ അതിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഇത്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആണ്. ഓഡിയോ പോഡ്കാസ്റ്റ്, പ്രിന്റഡ് മെറ്റീരിയൽ ഓർ ബുക്ക്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ എന്താണ്? ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Live participation and interaction through online classes are examples of. Option A, synchronous instructions, B, asynchronous instructions, C, traditional instructions, D, theoretical instructions. Synchronous instructions. Option A, synchronous. Synchronous. Very good. Live ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? Synchronous ആണ്. Okay, very good. And next question നോക്കാം. Which tool is to provide a virtual classroom environment? Option A, ALab, 2, A View, option 3, A Tutor, option 4, A Learner. ഇത് കേട്ടിട്ടുണ്ടോ? ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ICT ഡിജിറ്റൽ ടൂൾസിൽ വരുന്നതാണ് ഈ ഭാഗം. വെർച്വൽ ക്ലാസ് റൂം എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾ ഇതിൽ ഏതാണ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. Option A View. Option 2, A View is the correct answer. അതിന്റെ ഫുൾ ഫോം ആണ് A View, stands for അമൃത വെർച്വൽ ഇന്ററാക്റ്റീവ് e-learning വേൾഡ്. ഓക്കെ, A View ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It's an question. Assertion states that teaching aids make lessons more enjoyable and comprehensible for all students. Reason: teaching aids can only be used in intermediate level of learning process to enrich vocabulary. Choose the correct answer from the following options. Okay, option A, both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not the correct explanation of A. Option C, is true but R is false. Option D, A is false but R is true. ഏതാണ്? Option C. വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, എ ട്രൂ ആണ്, പക്ഷെ ടീച്ചിങ് എയ്ഡ്സ് വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, കറക്റ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് വൺ. Which DTH channel reaches who do not have access to internet? Option A, Diksha. Option B, Swayam Prabha. C, Nishtha. D, Swayam. ഇതിൽ ഏതാണ് DTH ചാനൽ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. DTH ചാനൽ ഇതിൽ ഏതാ? സ്വയം പ്രഭ. വെരി ഗുഡ്. ഇനി സ്വയം പ്രഭനെ കുറിച്ച് നമ്മളൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്തിയാലോ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം സ്വയം പ്രഭയെ കുറിച്ചിട്ട്? It's a group of 40 DTH channels devoted to telecasting high quality educational programs on 24/7 basis using GSAT 15 satellite. Okay, it was introduced by Ministry of Human Resources MHRD in 2016. Okay, cover diverse disciplines of all levels of education in various languages, and 4 hours are telecasted in 6 times a day. Okay, അതിൽ ചില കുറച്ച് ചാനൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചാനൽസിനും അതിൽ ചാനലിന്റെ നെയിമും അതിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റും ഏതാണെന്നുള്ളതൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ചാനൽ 1 ഏതാണ്? വഗീഷ് ആണ്, ഹ്യൂമാനിറ്റീസ് ആണ്. അതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ചാനൽ 2 സംസ്കൃതിയാണ്. ചാനൽ 3 പ്രബോധ്. Channel 4 Saraswat, Channel 5 Prabandhan, Channel 6 Vidhik, Channel 7 Kaudilya, Channel 8 Aryabhat, Channel 9 Spandan and Channel 10 Daksh. Okay, ഇതൊക്കെയാണ് സ്വയം പ്രഭയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാനൽസും
അതിന്റെ പേരുകളും. ഓക്കെ, ചാനൽ നമ്പറും പേരുകളും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കറക്റ്റ് സീക്വൻസ് ഇൻ റൈറ്റ് ഓർഡർ റിഗാർഡിംഗ് ഇവാലുവേഷൻ സിസ്റ്റംസ്. ഓപ്ഷൻ എ, development and use of measurement instruments. B, setting objectives and criteria. C, formulation of judgments and taking appropriate action. Option D, interpretation of data. ഇതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ്? ഇവാലുവേഷൻ റിഗാർഡ് ചെയ്യുന്ന കറക്റ്റ് ഓർഡർ ഏതാണ്? ആദ്യം ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ആദ്യത്തേത്. പിന്നെ ക്രൈറ്റീരിയ, develop in use of measurement instruments. Very good. Then D. Very good. Interpretation of data, and finally judgment. Okay. അപ്പോൾ ഇതിന്റെ കറക്റ്റ് സീക്വൻസ് വരുന്നത് ബി, എ, സി, ഡി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഫസ്റ്റ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയ, ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ്, then interpretation of data, and then finally formulation of judgments. Okay, moving to the next question. A child who has difficulty in doing a task alone but can do it better with the help of skilled peers and adults is called. Option A, accommodation. Option B, zone of proximal development. Option C, assimilation. Option D, equilibrium. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് അക്കോമഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് മോഡിഫൈ ദെയർ പ്രീ എക്സിസ്റ്റിംഗ് സ്കീമാസ് ഓർ ഡെവലപ്പ് ന്യൂ വൺസ് ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ ലേണിംഗ്. ഇറ്റ് ഈസ് എൻ കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ ഓൾസോ. അതാണ് അക്കോമഡേഷൻ. ഓക്കെ, ഇറ്റ്സ് മോഡിഫൈയിങ് പ്രീ എക്സിസ്റ്റിംഗ് സ്കീമാസ്. സ്കീമ മീൻസ് നോളേജ്. ഓക്കെ, ഇനി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ പെർഫോം അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് എ സ്കിൽഡ് പിയർ ആൻഡ് അഡൾട്ട്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അസിമിലേഷൻ ആണ്. ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് ന്യൂലി ലേൺഡ് ഇൻഫർമേഷൻ ഇൻ ടു അവർ പ്രീ എക്സിസ്റ്റിംഗ് സ്കീമാസ്. എന്താണ്? റിലേറ്റ് ചെയ്യലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഇക്വിലിബ്രിയം. ഇറ്റ് ക്രിയേറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ അപ്ലൈയിങ് പ്രയർ ഇൻഫർമേഷൻ ആൻഡ് ചേഞ്ചിങ് ബിഹേവിയർ ടു റിഫ്ലക്ട് ന്യൂ നോളേജ്. ഇക്വിലിബ്രിയം തന്നെ എന്താണ്? വേർഡ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു വേർഡാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ വാട്ട് പ്രയർ ഇൻഫർമേഷൻ, നമുക്ക് എക്സിസ്റ്റിംഗ് നോളേജും പുതിയ നോളേജും തമ്മിലുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യലാണ് ഇക്വിലിബ്രിയം. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഓൾ ദീസ് 4 concepts. Okay, moving to the next one. What are the benefits of think, pair, share techniques of learning? Option A, communication skills. Option B, problem solving skills. Option C, critical thinking. Option D, all of the above. Option D. All of the above. Yes, very good. Is the correct answer. നമ്മൾ think, pair, share ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡും കൊളാബറേറ്റീവ് ലേണിംഗ് മെത്തേഡും ഒക്കെ. ഓക്കെ, അതിലുള്ള ഒരു ടെക്നിക്കാണ് തിങ്ക്, പെയർ, ഷെയർ എന്നുള്ളത്. ഓക്കെ, അതിൽ എന്തൊക്കെ വരും? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരും, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് വരും, ക്രിട്ടിക്കൽ തിങ്കിങ്ങും വരും. വെരി ഗുഡ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ലിസ്റ്റ് 1-ലുള്ളത് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് സെക്കൻഡ് ഈ സൈഡിലുള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ സ്വയം, യുഡമി, Skillshare, Khan Academy. List 2, paid courses on creative and entrepreneurial topics. Second one, video lectures and interactive exercises. Third one, free courses from Indian universities. Fourth one, paid courses on various topics. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്? A3. A3, very good. Then യുഡമിയോ? യുഡമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? യുഡമി ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, B4. ഓക്കെ, then Skillshare, C. Skillshare, skill വരുമ്പോ എന്താവും? 1. വെരി ഗുഡ്. Then Khan Academy ഫൈനലി അപ്പൊ ഏതായിരിക്കും? വീഡിയോ ലെക്ചേഴ്സ് ആൻഡ് ഇന്ററാക്റ്റീവ് എക്സസൈസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The two ability enhancement courses in CBCS are
എന്താണ് CBCS എന്താ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഓക്കെ, CBCSലെ 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ A എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്, B സ്കിൽ എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്, C എബിലിറ്റി എൻഹാൻസ്മെന്റ് ഇലക്ടീവ് കോഴ്സസ്, ഓപ്ഷൻ D സ്കിൽ എൻഹാൻസ്മെന്റ് ഇലക്ടീവ് കോഴ്സസ്. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? പെട്ടെന്ന് പറയൂ, ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി വരുമോ? ഓപ്ഷൻ ബി അല്ല, C D ആണോ? എയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, CBCSനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് റിവൈസ് ചെയ്യണോ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനിടയിൽ നമുക്ക് ഓരോ കോൺസെപ്റ്റ്സും വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CBCS allows to choose courses from option A core courses, option B elective courses, option C computer courses, option D ability enhancement courses. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി വരുന്നുണ്ട്. ഏതൊക്കെ കോഴ്സസ് ചൂസ് ചെയ്യാൻ പറ്റും? എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ദെൻ ഇലക്ടീവ് കോഴ്സസ്. ഇലക്ടീവ് കോഴ്സസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കോർ കോഴ്സ് വരുന്നില്ലേ? കോർ കോഴ്സസ്. കോർ കോഴ്സസും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് CBCS ആണ്. അപ്പോൾ A, B ആൻഡ് D കോർ കോഴ്സസ്, ഇലക്ടീവ് കോഴ്സസ് ആൻഡ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് CBCS നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? UGC ആണ് CBCS പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാലോ എല്ലാവർക്കും. ഓക്കെ, അതൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു റെഗുലേഷൻ എല്ലാ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് CBCS കൊടുക്കുന്നത്. ഓക്കെ, ആരാണത് കൊണ്ടുവന്നത്? UGC ആണ്. പിന്നെ എന്താണ് അതിൽ മെയിൻ ആയിട്ട് കോഴ്സ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? കോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ CBCSല് കോർ കോഴ്സ് വരുന്നുണ്ട്, ഇലക്ടീവ്സ് വരുന്നുണ്ട്, പിന്നെ ഫൗണ്ടേഷണൽ കോഴ്സസ് വരുന്നുണ്ട്. ഓക്കെ, ഫൗണ്ടേഷണൽ കോഴ്സസ് വരുന്നുണ്ട്. ഓക്കെ, നോൺ ക്രെഡിറ്റ് CBCSന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ക്രെഡിറ്റ് ആണ് ഓരോ കോഴ്സിനും അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്രെഡിറ്റ് അല്ലാത്ത നോൺ ക്രെഡിറ്റ് അല്ലാത്ത കോഴ്സസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച് ആണ്. CBCS പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച് ആണ്. ഓക്കെ, ഇനി അതിൽ അസസ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? അസസ്മെന്റ് സെമസ്റ്റർ വൈസ് ആയിട്ടാണ് ഓരോ അസസ്മെന്റും നടത്തുന്നത്. ഓക്കെ, ഇനി എന്താണ് അക്കാഡമിക് ഓൾമോസ്റ്റ് 90 ഡേയ്സ് ആണ് ടീച്ചിങ് ഡേയ്സ് ആയിട്ട് ഓരോ സെമസ്റ്ററിലും കണക്കാക്കുന്നത്. പിന്നെ കരിക്കുലം ക്രിയേറ്റ് ചെയ്യുന്നതിൽ കരിക്കുലം ഫ്ലെക്സിബിലിറ്റി ഒരു നല്ല ഒരു പോയിന്റ് ആണ്. കരിക്കുലം ഫ്ലെക്സിബിലിറ്റി CBCSന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കാരണം എന്താണ്? നമുക്ക് ഇലക്ടീവ് കോഴ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്ന് ചൂസ് ചെയ്യാം. ഓരോ സ്റ്റുഡന്റിനും ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കരിക്കുലം ഫ്ലെക്സിബിലിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇതിന്റെ CBCSന്റെ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ അറിയാം? ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ CBCSന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞേ. കറക്റ്റ് മാർക്സ്, എക്സാക്ട് മാർക്സ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. എക്സാക്ട് മാർക്സ് നമുക്ക് CBCSലൂടെ അറിയാൻ വേണ്ടിയിട്ട് കഴിയില്ല. പിന്നെ എന്താണ്? ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഇതിന് അനുയോജ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കുറവാണ്. കാരണം മെയിൻലി ചില കോളേജസ് ഒക്കെ നമുക്ക് ഇലക്ടീവ് കോഴ്സസ് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ഫാക്കൽറ്റീസിന്റെ ഒക്കെ അഭാവം കാരണം അവർ പറയുന്ന കോഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ്? യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഇനി പിന്നെ എന്താണ് വരുന്നത്? CBCS കൊണ്ടുവരാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കോളേജ് മാറാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ സാധ്യമാകുന്ന ഒരു എന്താണ് വളരെ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? CBCS എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ?